ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019 പക്ഷേ ഞാൻ പ്രഗ്നൻ്റായി ട്രാവൽ ചെയ്യാനുള്ള പ്രശ്നം കൊണ്ടും ഡെലിവറിയിൽ പ്രശ്നമുള്ളത് കൊണ്ടും എനിക്കിവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കാനും ഫാസ്റ്റിക്ക് നോക്കാനും ഒന്നും സാധിച്ചില്ല. പക്ഷേ ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടിന്യൂ ചൊല്ലുകയും ഈശോയുടെയും മാതാവിൻ്റെയും രൂപത്തെ നോക്കി ഈശോയെ പോലൊരു കുഞ്ഞിനെ നൽകണമേ അമ്മ മാതാവേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും അങ്ങനെ അതിൻ്റെ ഫലമായി എനിക്ക് ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് ഇവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഞാനൊരു ഞാനൊരു ജർമ്മൻ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ഓഗസ്റ്റിൽ B2 ക്ലാസ് കഴിഞ്ഞു. പക്ഷേ അന്ന് മുതൽ ഞാൻ എക്സാം എഴുതിയിട്ടൊന്നും പാസ്സാകുന്നില്ല. 2 സബ്ജക്റ്റ് കിട്ടി, 2 മൊഡ്യൂളിൽ ഒരു ബന്ധമില്ലാതെ ഏറ്റവും ലോവസ്റ്റ് മാർക്കിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം 4 പ്രാവശ്യം എക്സാം എഴുതി. 4 പ്രാവശ്യം എക്സാം എഴുതിയപ്പം എനിക്ക് സ്വന്തമായിട്ട് തോന്നി എനിക്ക് സ്വന്തമായിട്ട് പഠിച്ച് ജർമ്മൻ പാസ്സാകാൻ കഴിയില്ല. അപ്പം ഞാൻ വീണ്ടും ഇവിടെ വന്ന് മാർച്ച് 12 എക്സാമിന് പോകുന്നതിന് മുമ്പ് ഉടമ്പടി എടുത്തു. മാർച്ച് 21 ആയിരുന്നു എക്സാം. അപ്പം മാർച്ച് 12 ഉടമ്പടി എടുത്തിട്ട് ഞാൻ 20 ആലപ്പുഴ ഇതിലെ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു പോകുന്നത്. അപ്പോൾ 20 ഞാൻ രാവിലെ ഇവിടെ വന്ന് ടോക്കൺ കാണിച്ച് എൻ്റെ ഹോൾ ടിക്കറ്റ് കാണിച്ച് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്ങും വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അച്ഛനോടൊപ്പം എൻ്റെ മമ്മിക്ക് ബ്രസ്റ്റിൽ 6 മുഴയുണ്ടായിരുന്നു, ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ. അപ്പോൾ അത് ഞാൻ അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്കൊരു കാശിരൂപം തന്നു വിട്ടു. അത് ഞാൻ മമ്മിയുടെ മാലയെ കൊണ്ടിട്ടു. ഞാൻ എക്സാം എഴുതി, റിസൾട്ട് വന്നു. ഞാൻ നല്ലതായിട്ട് പൊട്ടി. അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ ശരിക്കും കരഞ്ഞു. അമ്മേ, നിന്നോട് അടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ ഇത്രമാത്രം അടുക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇങ്ങനെ ഫെയിലായത്? എന്നെ അങ്ങയുടെ സാക്ഷിയായി ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം എന്നോട് ചോദിച്ചു, നീ മാതാവിൻ്റെ വലിയതായിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ? നീ ദൈവത്തെ നന്നായിട്ട് അറിയുന്നില്ല, പിന്നെ നീ എന്താ ഫെയിലാവുന്നേ? ഞാൻ പഠിക്കാൻ അത്ര ബുദ്ധിയുള്ള ആളൊന്നും അല്ല, എങ്കിലും ഞാൻ അമ്മ മാതാവിനെ ശരിക്കും വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ 2 ഡേറ്റ് കൂടെ എടുത്തു, ഒന്ന് ചെന്നൈയിലും ഒന്ന് തിരുവനന്തപുരത്തും. അപ്പോൾ ഞാൻ ചെന്നൈ വീണ്ടും പോയി എക്സാം എഴുതി അതിൻ്റെ റിസൾട്ടും വന്നു. 60 മാർക്ക് വേണം പാസ്സാകാൻ. 57 മാർക്ക് 2 മൊഡ്യൂളിനും കിട്ടി. വീണ്ടും ഫെയിലായി. പിന്നെയും ഞാൻ കരഞ്ഞു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് പാസ്സാകണേ എന്നല്ല പ്രാർത്ഥിച്ച്, അമ്മ മാതാവേ, അമ്മയുടെ നിത്യസാക്ഷിയായി എന്നെ ഉയർത്തണമേ, എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തണമേ. കാരണം പള്ളിയിലെ എല്ലാ ദിവസവും കുർബാനയുണ്ട്, ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോവുള്ളൂ, വീട്ടിൽ നിന്ന് പറഞ്ഞാലും പോവില്ല. അപ്പം അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും തുടങ്ങി. പിന്നെ എൻ്റെ മുന്നിലുള്ളത് 19 ഏപ്രിൽ 19 എക്സാമാണ്. അത് ഞാൻ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരം വരെ ഞാൻ ഇവിടുത്തെ സാക്ഷ്യവും പ്രാർത്ഥനയും മാത്രം കണ്ടു, ഒന്നും പഠിച്ചില്ല. അവിടെ ചെല്ലുന്നിടം വരെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഓരോന്നായി കണ്ടു. ഞാൻ എക്സാമിന് കയറി. എല്ലാം എനിക്ക് മനസ്സിലായി, ഞാൻ പാസ്സാകുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്. വീണ്ടും വീട്ടിൽ വിളിച്ചു, അവിടെ നിന്ന് തന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഞാൻ എഴുതിയിട്ടുണ്ട്. മമ്മി ചോദിച്ചു, എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെയാണോ, പാസ്സാകുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് എന്നെ പാസ്സാക്കും, കാരണം എൻ്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല. ഈ ഓഗസ്റ്റ് വരെ 1 വർഷം ആകുമ്പോഴത്തേന് എനിക്ക് പാസ്സായി കഴിഞ്ഞാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല. പ്രോസസ്സിങ് കഴിഞ്ഞ് ഓഗസ്റ്റ് പ്രോസസ്സിങ് ഫിനിഷ് ആകണം. ഇപ്പം പാസ്സായാലേ എൻ്റെ പ്രോസസ്സിങ് ഫിനിഷ് ആവുള്ളൂ ഓഗസ്റ്റിൽ. അപ്പം ഞാൻ എക്സാം എഴുതിയതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് കണ്ടിന്യൂ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ മാതാവേ, എനിക്ക് പാസ്സാകണേ എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം, എന്തെങ്കിലും ഒരു സന്തോഷമായിട്ടുള്ള സാക്ഷ്യം എനിക്കിവിടെ വന്ന് പറയണം. അങ്ങനെ ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. കാശിരൂപത്തിനുള്ളിൻ്റെ കവറിനകത്ത് 65ഉം 70നും 2 മൊഡ്യൂളിൻ്റെ ഇതെഴുതി കവറിനകത്തിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു. മെയ് 6 എൻ്റെ റിസൾട്ട് വന്നു. ആദ്യം റിസൾട്ട് വന്നപ്പോൾ നോക്കാൻ പേടിയാണ്, മെയിൽ വന്നു റിസൾട്ട് വന്നു എന്ന്, പക്ഷെ നോക്കാൻ പേടിയാണ്.
എങ്ങനെ നോക്കും? ആദ്യം ഫോൺ എടുത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. അതിനു മുമ്പ് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, 1001 വിശ്വാസ പ്രമാണവും 10,001 നന്മ നിറഞ്ഞ മറിയമേ ഞാൻ ചൊല്ലിക്കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 800 വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ ആദ്യം വീണ്ടും വിശ്വാസ പ്രമാണം ഞാൻ ഫോൺ എടുത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി 3 പ്രാവശ്യം കുരിശ് വരച്ചു. എന്നിട്ട് ഞാൻ റിസൾട്ട് നോക്കി. ആദ്യ റിസൾട്ട് നോക്കിയപ്പം ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഡേറ്റ് ഇട്ട് പോയിൻ്റ് ഇട്ടിട്ട് വേണം, അങ്ങനെയാണ് റിസൾട്ട് നോക്കട്ടെ. പക്ഷേ ഞാൻ ഹാഷ് ഇട്ടിട്ടാണ് എഴുതിയത്. അപ്പോഴും എററായിട്ട് കാണിച്ചു. വീണ്ടും എൻ്റെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. വീണ്ടും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. വീണ്ടും ഞാൻ അത് ഫുള്ളായിട്ട് ചെയ്തു. സ്ക്രോൾ ചെയ്തപ്പം എൻ്റെ പേരൊന്നും ഞാൻ നോക്കുന്നില്ല. ആദ്യം കണ്ടു 70, പിന്നെ 80. രണ്ടും പാസ്സായെന്ന് കണ്ടു. അവിടെ നിന്ന് തന്നെ മുട്ടുകുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈ വലിയൊരു അനുഗ്രഹം തന്നതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എനിക്ക് തന്നെ ഒരിക്കലും പാസ്സാക്കാൻ സാധിക്കില്ല. എനിക്ക് അത്രമാത്രം ബുദ്ധിയൊന്നുമില്ല. ജർമ്മൻ എന്ന് പറയുമ്പം തന്നെ എല്ലാവർക്കും അറിയാമല്ല, ഭയങ്കര ടഫായിട്ടുള്ളൊരു സാധനമാണ്. അത് ഇത്രയും പാസ്സാകാൻ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ മാതാവാണ് അതിന് ഏറ്റവും വലിയൊരു ആളെന്ന് എനിക്ക് വിശ്വസിച്ച് ഉറപ്പിച്ച് പറയാം. പിന്നെ എൻ്റെ മമ്മിയുടെ ബ്രസ്റ്റിൽ നല്ല നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള 6 മുഴകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഏപ്രിലാണ് ഡോക്ടർ കണ്ടുപിടിച്ചത്. അത് മാമോഗ്രാഫിയും ഉള്ള ടെസ്റ്റ് മൊത്തം ചെയ്തിട്ടും അത് ക്യാൻസർ അല്ലാന്ന് കണ്ടുപിടിച്ചു. പക്ഷേ അത് അവിടെ ഇരുന്നാൽ വീണ്ടും എന്തെങ്കിലും പ്രോബ്ലം ആകും, എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ മമ്മിക്ക് പേടി, ദേഹത്ത് കത്തി വെക്കുന്നതൊക്കെ നല്ല ശരിക്കും പേടിയാണ്. അപ്പോൾ മമ്മി ഹോസ്പിറ്റലിൽ പോകത്തില്ല, എത്ര പറഞ്ഞാലും ഹോസ്പിറ്റലിൽ പോകത്തില്ല. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ 2ാമത്തെ നിയോഗം അതായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ അച്ഛനെ കണ്ടു, അച്ഛൻ കാശിരൂപം തന്നു. അന്ന് മുതൽ ഞങ്ങൾ വെഞ്ചരിച്ച തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം മമ്മി പറയും, ഈശോ തന്ന ത്യാഗമല്ലേ, ഞാൻ സ്വീകരിച്ചോളാം. പക്ഷെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പം എത്രയും വേഗം അത് ഡ്രൈ ആകാൻ, കരിയാൻ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. പക്ഷെ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി പേടിക്കേണ്ട, അത് കീറാൻ ഒരിക്കലും ഓപ്പറേഷൻ ചെയ്യാൻ വരില്ല, മാതാവ് കാത്തുകൊള്ളും. അങ്ങനെ പറഞ്ഞു. 1 വർഷത്തിന് ശേഷം ഈ ഏപ്രിൽ മമ്മി ഹോസ്പിറ്റലിൽ പോയി. പപ്പായും മമ്മിയോടാണ് പോയെ. അപ്പം ഒരു മുഖക്കുരുവിൻ്റെ അത്രയുമായി ആ നെല്ലിക്കായുടെ വലിപ്പമുള്ള എല്ലാ മുഴകളും. ആ വിശ്വാസ പ്രമാണവും തൈലവും മാത്രമല്ലാതെ ഒരു മെഡിസിൻ പോലും മമ്മി കഴിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ട്. ഈശോയ്ക്കും ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും എൻ്റെ 1000 നന്ദി. പിന്നെ നിയോഗത്തിൽ വെക്കാത്ത കാര്യമായിരുന്നു. 3ാമത് നിയോഗം വെച്ച് എൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവൻ സംസാരിക്കില്ല എന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞു. അവൻ്റെ നാക്ക് നോർമലായ ഒരാളുടെ നാക്ക് പോലെയല്ല, നാക്കിൻ്റെ തുമ്പത്ത് ഇൻഡു പോലെയാണ് കാണപ്പെട്ടത്. അപ്പോൾ അവൻ സംസാരിക്കുമ്പം വിക്ക് വരും, കൊത്ത് വരും എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷേ വീട്ടിലാരും അതത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ എന്നും വലിയ സങ്കടമായിരുന്നു. 2 വയസ്സാകുമ്പോഴേ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 വയസ്സായി ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ ഇവിടെ നിന്ന് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. അപ്പം സർജനെ കാണിക്കണമെന്നായിരുന്നു പറഞ്ഞ്. സർജനെ കാണിച്ചു. അന്ന് ഡോക്ടർ പറഞ്ഞു, ഇവൻ സംസാരിക്കില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു, ഇവൻ ഒരു ഓപ്പറേഷനും വേണ്ട, അവൻ ഒരു മെഡിസിനും കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, അവൻ ഓപ്പറേഷനൊന്നും വേണ്ട. ഇപ്പം നോർമലായിട്ടൊരു കുഞ്ഞ് എങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ തന്നെ അവൻ സംസാരിക്കുന്നു. പിന്നെ അവന് കഴിഞ്ഞ ജനുവരി 1-ാം തീയതി അവന് തലേദിവസം കിടക്കുന്നിടം വരെ അവന് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം എഴുന്നേറ്റപ്പം അവൻ്റെ കഴലിക്ക് വലിയൊരു മുഴ കാണപ്പെട്ടു. എന്താ സംഭവം എന്ന് ആർക്കും അറിയില്ല. അത് തൊട്ട് നോക്കുമ്പോൾ കുഞ്ഞിന് ഭയങ്കര വേദനയാണ്. പക്ഷേ അവൻ നടക്കുന്നുണ്ട്. ഞങ്ങൾ 2 ദിവസം വെയിറ്റ് ചെയ്തു, 3 ദിവസം വെയിറ്റ് ചെയ്തു. അമ്മ മാതാവിൻ്റെ ഉപ്പും വെഞ്ചരിച്ച തൈലവും ഞാൻ അവിടെ മിക്സ് ചെയ്തു തേച്ചിട്ട് പിറ്റേ ദിവസം പപ്പ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന. അവൻ്റെ പപ്പ ദുബൈയിലാണ്. അപ്പം അമ്മ മാത്രമാണ് നാട്ടിൽ. അപ്പം അത്രമാത്രം കെയർ ചെയ്താണ് ഞാൻ അവനെ നോക്കുന്നത്. അപ്പം പെട്ടെന്ന് ഇവന് ഇങ്ങനെ കാണപ്പെട്ടതുകൊണ്ട് എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, നീ എന്താ ശ്രദ്ധിക്കാഞ്ഞേ, എല്ലാവരുടെയും വഴക്ക് കേൾക്കാൻ തുടങ്ങി. പക്ഷെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് ഡോക്ടർ ഒന്നും പറയാതെ അവൻ്റെ അവിടെ അത്രയുടെ ഓപ്പൺ ചെയ്തു. ഞങ്ങളോട് സൈൻ പോലും വാങ്ങിക്കാതെ വീട്ടിൽ വന്ന് അവൻ്റെ ഡ്രസ്സിങ് മാറ്റാൻ നേരമാണ് ഞങ്ങളത് ഓപ്പൺ ചെയ്തതായിട്ട് കാണപ്പെട്ട്. 2 ദിവസം കഴിഞ്ഞിട്ടും കുഞ്ഞിന് നീരും സ്വെല്ലിങ്ങും ഉണ്ടായി. 3ാമത്തെ ദിവസം ഞങ്ങൾ പുഷ്പഗിരി കൊണ്ടുപോയി CT സ്കാനും MRIയും ചെയ്തപ്പം കുഞ്ഞിനി ഭാവി നടക്കാൻ സാധിക്കില്ല, വെയിൻ ക്ലോട്ടഡ് ആയി, ആർട്ടറി ക്ലോട്ടഡ് ആയി എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. ഞങ്ങളോട് 3 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു. ആൻറ്റിബയോട്ടിക് തന്ന് ഇൻഫെക്ഷൻ കുറച്ചു. പക്ഷേ സ്വെല്ലിങ് അങ്ങനെ തന്നെ കാണപ്പെട്ടു. പക്ഷേ കുഞ്ഞിന് ഭയങ്കര ബുദ്ധിമുട്ട്, നടക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വീണ്ടും ഉപ്പും തൈലവും പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ ഇത് മാറ്റണേന്ന് കരഞ്ഞ് അപേക്ഷിക്കാൻ തുടങ്ങി അമ്മ മാതാവിൻ്റെ മുന്നിൽ. എനിക്ക് വേറെ ആശ്രയം ആരുമില്ല, അമ്മ മാതാവ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. 3 മാസത്തിന് ശേഷം എല്ലാ ഫ്രൈഡേ അവിടെ പോയി വിസിറ്റ് ചെയ്യണം. പക്ഷെ അവർ മെഡിസിൻ തരില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും അവർക്കറിയില്ല ഇത് മാറാൻ എന്താ ചെയ്യാമെന്ന്. അവൻ ഒരു മെഡിസിനും കഴിക്കാതെ 3 മാസത്തിന് ശേഷം അവിടെ ഇപ്പം ആ ഓപ്പൺ ചെയ്ത പാട് മാത്രം, ആ സ്റ്റിച്ച് ചെയ്ത പാട് മാത്രമേ ഉള്ളൂ. സ്വെല്ലിംഗ് എല്ലാം പൂർണ്ണമായി മാറി അവൻ നല്ലപോലെ നടക്കാൻ തുടങ്ങി. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും ദൈവപിതാവിനും നന്ദി പറയാം. ഇത് ഈ മകൾ പറഞ്ഞ സാക്ഷ്യങ്ങൾ ശരിക്കും അത് എല്ലാം വലിയ സാക്ഷ്യങ്ങളാണ്. എൻ്റെ ഒരു കാര്യത്തിലും ഒരു മരുന്നിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സപ്പോർട്ടിൻ്റെയോ കാര്യമൊന്നും ഇല്ലാതെ തന്നെ ദൈവമാതാവ് ഇടപെട്ടിരിക്കുന്ന സാക്ഷ്യങ്ങളാണ്. അതാണ് വചനത്തിൽ പറയുന്നുണ്ടല്ലോ, വിശേഷ വിധിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, സാധാരണ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു. ഇപ്പോൾ ഉടമ്പടി ചെയ്യണവർ സാധാ ചെയ്യണത് എന്താണ്? അവരോട് പറയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന വെളുപ്പിന് 5:30 എല്ലാം പറയും. ഉടമ്പടി സായാഹ്ന പ്രാർത്ഥന വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ചെയ്യാൻ പറയും. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോഴും എല്ലാവരും അത് തന്നെ ആസച്ച് ഫോളോ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. പക്ഷേ ഈ മകള് ചിന്തിക്കുന്നൊരു കാര്യം, ഈ മകളുടെ ജർമ്മൻ്റെ എക്സാം വരുമ്പോൾ പറഞ്ഞു, എനിക്ക് എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, എനിക്ക് അത്രയും ബുദ്ധിയൊന്നും ഇല്ല. അപ്പോൾ പലരും എന്നെ കളിയാക്കാൻ തുടങ്ങി. അതായത് 3 തവണ പരീക്ഷയ്ക്ക് തോക്കുമ്പോൾ വീട്ടുകാരിരുന്ന് കളിയാക്കുകയാണ്, നീ മാതാവിൻ്റെക്ക് പോയിട്ട് എന്തായെന്നാണ് ചോദിക്കണത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നില്ലേ, അന്ധയാചകൻ വിളിച്ച് കരയുമ്പോൾ അവിടെ നിന്നവരെ അവനെ ശകാരിക്കുന്നുണ്ട്, മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അവൻ മിണ്ടാതെ വീണ്ടും അവൻ നിലവിളിക്കുമ്പോഴാണ് ഈശോ സ്വരം കേട്ടിട്ട് ഈശോ അവൻ്റെ അടുത്ത് ചെല്ലണത്. ഈ സഹോദരി ഈ പരീക്ഷയ്ക്ക് പരാജയപ്പെട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലുള്ളവർ തന്നെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ മകൾ അപ്പോഴും പറയണത് എന്താണ്? എൻ്റെ അമ്മ മാതാവ് എനിക്കിത് നടത്തിത്തരും, എൻ്റെ അമ്മ എനിക്ക് നടത്തിത്തരും. അവസാനം പറഞ്ഞപ്പോഴും സഹോദരി പറഞ്ഞു, എനിക്ക് അമ്മയല്ലാതെ ആശ്രയിക്കാൻ ആരുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കൃപാസനം, അമ്മ മാതാവിൻ്റെ സന്നിധി അങ്ങനത്തെ ഒരു സന്നിധി തന്നെയാണ്. നിങ്ങളുടെ ആശ്രയം എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തമായിട്ട് നിങ്ങൾക്ക് വിശ്വാസത്തോടെ ആശ്രയിക്കാൻ പറ്റുന്ന സന്നിധിയാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധി. നിങ്ങളൊന്ന് ഉള്ളു തൊട്ട് വിളിച്ചാൽ അമ്മ നിങ്ങളുടെ കാര്യം നടത്തിത്തരും. പറഞ്ഞുകണ്ട, എന്നെ ഞാൻ ശരിക്കും പറഞ്ഞ് 800 തവണ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാനത് കാശുരൂപത്തിൻ്റെ അകത്ത് ഞാനൊരു മാർക്ക് എഴുതി. അമ്മ എനിക്ക് തന്നത് ഞാൻ ആഗ്രഹിച്ചു, ഞാനായിട്ട് എഴുതിയല്ല, 70-80 മാർക്കും തന്ന് അമ്മ എന്നെ അവിടെ വിജയിപ്പിച്ചു. പിന്നെ അമ്മയുടെ ബ്രസ്റ്റിലുണ്ടായിരുന്ന 6 മുഴകൾ നെല്ലിക്ക വലിപ്പം ഉണ്ടായിരുന്നു. ഒരു മുഖക്കുരുവിൻ്റെ അത്രയും പോലുമില്ല, ഉടമ്പടി തൈലം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കുഞ്ഞിൻ്റെ കാലിനേറ്റ മുറിവുകൾ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് എന്ത് മരുന്ന് ചെയ്യണമെന്ന് പോലും അറിയാൻ പാടില്ലെന്ന് ഡോക്ടേഴ്സ് വിലയിരുത്തിയാണ്. എന്ത് മരുന്ന് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അതാണ് പറഞ്ഞത്, ഡോക്ടേഴ്സിന് അറിയാൻ പാടില്ലാത്തത്, ശാസ്ത്രത്തിന് അറിയാൻ പാടില്ലാത്തത് ദൈവത്തിന് സാധിക്കും, ഈശോയ്ക്ക് സാധിക്കും, പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. ഈ മകളുടെ വലിയൊരു സാക്ഷ്യമാണ്. ഈ മകൾ ഇന്ന് അൾത്താരിൽ ഇവിടെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷേ വിശ്വാസം ഉണ്ടാകണം, ദൈവസ്നേഹം ഉണ്ടാകണം, പ്രത്യാശ ഉണ്ടാകണം, ഉടമ്പടിയുടെ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ ആരാധന, യേശുവേ സ്തുതി.